കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാദയുടെ ഫുൾ എപ്പിസോഡിൻ്റെ അറിയണം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് എല്ലാവരും കണ്ടിഷ്ടപ്പെട്ട ഒരു കാര്യമായിരിക്കും. സത്യഭാമ ശാലിനിയെ എന്തോ താഴ്ത്തിക്കെട്ടി എന്ന് മനസ്സിൽ ആനന്ദം കൊണ്ടുവന്നപ്പോൾ ശാലിനി കൊടുത്ത പണികൾ സത്യഭാമയുടെ സർവത്ര കിളിയും പോയിരിക്കുക. രാഘവേട്ടൻ പറഞ്ഞ പോലെ തന്നെ നിന്റെ തലയ്ക്കെങ്ങാണ് അടി കിട്ടിയോ ഭാമ എന്ന് ചോദിച്ച പോലെ തന്നെ തലയ്ക്ക് ഒന്നൊന്നുമല്ല, തലയ്ക്ക് ഒരു 5-6 ശാലിനി കൊടുത്തതിന് തുല്യമായിരുന്നു. ശാലിനി ആ ഒപ്പിട്ട് കൊടുത്തതിന് പകരം ശാലിനി എഴുതി കൊടുത്ത എല്ലാ സംഭവങ്ങളും. അപ്പോൾ അതൊക്കെ ഇന്നത്തെ വീഡിയോക്കകത്ത് എല്ലാവരും കണ്ടാണല്ലോ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്നുണ്ട്. കമൻസും ഷെയർസും ലൈക്സിനും ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ 2-3 രസകരമായ കാര്യങ്ങളുണ്ട്. ഇനി അടുത്തുള്ള എപ്പിസോഡ് അതിനേക്കാൾ രസകരമായ കാര്യമാണ്. കാരണം വിഷ്ണുവും സത്യയും തമ്മിലുള്ള ഏറ്റവും നല്ലൊരു നിമിഷമാണ് ഇനി അടുത്ത് വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അത് കാണാൻ ആരും മറക്കണ്ട. അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡിൽ നമ്മുടെ ശ്യാമ ചിന്തിക്കുവാണ്, ഇവർക്ക് എങ്ങനെയെങ്കിലും ഒരു പണി കൊടുത്തേ പറ്റത്തുള്ളൂ. അതായത് കാർത്തികയ്ക്ക് എങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കണം. ഇവളുടെ സത്യം എന്തോന്ന് ഇനി തിരിച്ചറിയാതെ വിട്ടാൽ ഇവൾ ഇങ്ങനെ തന്നെ ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല എന്നൊക്കെ കാർത്തികയെക്കുറിച്ച് എന്താണ് ശാലിനിയുടെ ഫോൺ വന്നിട്ട് വെക്കുമല്ലേ. അപ്പോഴത്തേക്കും ചിന്തിക്കണം. ശാലിനി ചോദിക്കുന്നുണ്ട്, സത്യാമ്മ എന്ത് പറഞ്ഞു, സത്യാമ്മയ്ക്ക് എന്തായിരുന്നു അഭിപ്രായം, വീട്ടിൽ വന്നിട്ട് എന്താണ് സത്യാമ്മയുടെ പ്രകടനം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും സത്യാമ്മ ഇവിടെ കിടന്ന് എന്താണ് കുഞ്ഞിച്ച് ചതിച്ചെന്നും എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇവിടെ കുറേ എന്താണ് ആടി പൊടിച്ചിട്ട് സത്യാമ്മ അകത്തേക്ക് കയറിപ്പോയി. നല്ല ദേഷ്യമുണ്ടെന്ന് ആദ്യം ഞങ്ങളൊക്കെ ഭയങ്കര പിടിച്ചു. ഇനി കുഞ്ഞിച്ചി യഥാർത്ഥത്തിൽ തന്നെ എന്താണ് വിഷ്ണുവേട്ടനായിട്ടുള്ള വിവാഹമോചനത്തിൻ്റെ കത്തിനകത്ത് ഒപ്പിട്ടോ എന്നൊക്കെ വിഷ്ണുവേട്ടൻ ഉൾപ്പെടെ ഭയങ്കര പിടിച്ച് നിന്നപ്പോഴാണ് ലാസ്റ്റ് ഇതൊക്കെ വായിച്ച് കേൾക്കുന്നത്. സത്യാമ്മയുടെ ഓരോ പ്രകടനം കണ്ടിട്ട് അച്ഛൻ പോലും എന്താണ് പേടിച്ച് അച്ഛന് കണ്ണ് വരെ നിറഞ്ഞു. വിഷ്ണുവേട്ടനാണെങ്കിലോ കുഞ്ഞേച്ചി അതിനകത്ത് ഒപ്പിട്ടെന്ന് പറഞ്ഞതും വിഷ്ണുവേട്ടൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുവാണ്. പിന്നെ ഈ അച്ഛൻ ഈ കത്ത് കണ്ടിട്ട് അത് തിരിച്ച് വിഷ്ണുവേട്ടൻ്റെ കൈ എത്തിയപ്പോഴാണ് വിഷ്ണുവേട്ടനെ യഥാർത്ഥത്തിൽ ഒരു ജീവശ്വാസം തന്നെ വീണത്. അപ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സമാധാനമായി കുഞ്ഞേച്ചി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശാലിനിയും വിഷ്ണുവിനെ കുറിച്ച് തന്നെ മനസ്സിൽ ചിന്തിക്കുവാണ്. എന്നിട്ട് ശ്യാമെടുത്ത് പറയാം, എന്നാൽ ഞാൻ വെച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ശ്യാമെടുത്ത് ഫോൺ കട്ട് ചെയ്യുക. ഈ ഫോൺ കട്ട് ചെയ്ത് ശാലിനി പോകുമ്പോഴാണ് ശ്യാമ എന്താണ് കാർത്തികയ്ക്ക് ഒരു പാര കൊടുക്കണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ അതിനുശേഷം നേരെ നാട് പപ്പിമോളെ എൻട്രി ചെയ്യണം. അപ്പം പപ്പിമോൾ സ്കൂൾ വിട്ട് വരുവാണ്. അപ്പം പപ്പിമോൾ സ്കൂൾ വിട്ട് വരുന്നതും ശ്യാം എന്താണ് പപ്പിമോളെ റിസീവ് ചെയ്യാനായിട്ട് അവിടെ എന്താണ് സിറ്റ് ഔട്ടിൽ തന്നെ ഉണ്ട്. ആ മോളെ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും പപ്പിമോൾ എന്താണ് അമ്മയെന്ന് പറഞ്ഞിട്ട് അടുത്ത് വരുന്നതും നേരെ പപ്പിമോൾ എന്താണ് ഇന്ന് അമ്മ ഫോൺ താന്ന് പറഞ്ഞിട്ട് ഫോൺ പിടിച്ച് വാങ്ങി. അതായത് സ്കൂൾ യൂണിഫോം പോലും മാറ്റിയില്ല, അകത്തേക്ക് എന്താണ് ഹാളിലേക്ക് പോലും കയറില്ല. അപ്പോഴത്തേക്ക് എന്താണ് ഈ ഫോണും മേടിച്ച് സത്യയെ വിളിക്കുകയാണ്. അപ്പോൾ സത്യമോളെ വിളിച്ച് എന്തോ സംസാരിക്കാനോ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യാനോ എന്താണ് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കാണ് ഈ സത്യഭാമ വരുന്നത്. ഈ സത്യഭാമ എന്ന് ഈ കുഞ്ഞിന് പേരിട്ടതിനകത്ത് ശാലിനി എന്ത് നന്മ കണ്ടിട്ടാണോ ഈ കുഞ്ഞിന് സത്യഭാമ എന്ന് പേരിട്ടത്. കാരണം യഥാർത്ഥ സത്യഭാമയുടെ സ്വഭാവം എന്താണോ ആ സ്വഭാവത്തിനേക്കാൾ എത്രയോ നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ് ഈ കുഞ്ഞുങ്ങൾക്കുള്ളത്. അപ്പം ആ സ്വഭാവത്തിനകത്തുള്ള ഈ കുട്ടിക്ക് ഒരിക്കലും സത്യഭാമ എന്ന പേരിടാൻ പാടില്ലായിരുന്നു. ഒന്നുമില്ലെങ്കിൽ ശാരദാമ്മയെന്ന് ഇട്ടാലും മതിയായിരുന്നു. അപ്പോഴത്തേക്ക് എന്താണ് സത്യയെ വിളിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് നേരെ എന്താണ് ഈ ഫോണും കണ്ടുകൊണ്ടാണ് ഈ സത്യഭാമ വരുന്നത്. അപ്പോൾ അഹങ്കാരത്തിൽ വിറഞ്ഞു തുള്ളി വന്ന സത്യഭാമയ്ക്ക് ഒന്നാമതേ ശാലിനി ഇന്ന് തനിക്ക് തന്ന പണി, അതായത് താൻ ജയിച്ചു, നിങ്ങളൊക്കെ എന്തോ പറഞ്ഞ ശാലിനി ഒപ്പിട്ട് തരത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവളെ എത്ര വലിയ ഡിസ്ട്രിക്ട് കളക്ടർ ആണെങ്കിലും ഇനി അവൾ പോലീസായാലും കമ്മീഷണറായാലും സത്യഭാമ തന്നെ ജയിക്കും എന്നുള്ള കാര്യം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായില്ലേ എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ച് നിന്നപ്പോഴല്ലേ രാഘവേട്ടൻ ഈ കത്തിലെ സീക്രറ്റൊക്കെ പറഞ്ഞ് സത്യഭാമയെ നാണം കെടുത്തി സത്യഭാമയെ ശരിക്കും ചൂളിപ്പിച്ചല്ലേ വിട്ടത്. അപ്പം ആ ചൂളി ആ ഒരു മനസ്സിൻ്റെ ആ ഒരു ചിന്താഗതിയൊക്കെ കൊണ്ട് ശാലിനിയോട് കടുത്ത ദേഷ്യത്തിനതാ. പിന്നെ അല്ലെങ്കിൽ പണ്ടും ദേഷ്യത്തിന് കുറവൊന്നുമില്ല. ശാലിനി വീട്ടിൽ വന്ന് കയറിയ സമയം തൊട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് നന്മ പ്രവർത്തിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ശാലിനിയോട് നല്ല വാക്ക് പറഞ്ഞു ചോദിക്കണമെങ്കിൽ ശാലിനി ഗർഭിണിയാണെന്ന് അറിഞ്ഞ സമയത്തല്ലാതെ ഒരു നല്ല വാക്ക് ഈ സീരിയലിനകത്ത് ഞാൻ കേട്ട ഒരു ഓർമ്മ എനിക്കില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ. സത്യഭാമ ശാലിനിയോട് സ്നേഹത്തിൽ പെരുമാറിയ ഏതെങ്കിലും ഒരു നല്ല നിമിഷം ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സത്യഭാമയ്ക്കാണെങ്കിൽ ശാലിനിയോടുള്ള സർവ്വ ദേഷ്യം കൂടെ സത്യമോളോട് അങ്ങ് തീർക്കുവാണ്. സത്യയെ ഫോൺ വിളിക്കുന്ന കണ്ടിട്ട് ആ സത്യയുടെ കാര്യമൊക്കെ ചിന്തിച്ചിട്ട് അങ്ങ് ദേഷ്യം വന്നിട്ട് ശാലിനിയോട് സർവ്വ ദേഷ്യം സത്യമോളുമായിട്ടുള്ള പപ്പിമോളുടെ കോൺടാക്ട് ഇഷ്ടപ്പെടാതെ നേരെ ആ പപ്പിമോളുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് എറിഞ്ഞങ്ങ് പൊട്ടിയോ. ഇത് കണ്ട് പപ്പിമോൾ ഭയങ്കര നെറ്റ് ചെയ്യുക. കാരണം അച്ഛമ്മ എന്തോ കാണിക്കുന്നത് എന്ന് പേടിച്ച് നിൽക്കുമ്പോഴത്തേക്കും ലാസ്റ്റ് എന്താണ് വഴക്കം, നിൻ്റെ അടുത്ത് ഞാൻ മേലെ അവളോട് സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പപ്പിമോളെ ശരിക്കും വഴക്കൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറ്റി വിടും. അപ്പോൾ ശ്യാമ എന്താണ് അകത്തേക്ക് പോകും. ഈ സത്യാമ്മയെ ഒരു കഷ്ടമാണ്. സത്യാമ്മയെ കൊണ്ട് പിള്ളേർക്ക് പോലും സത്യാമ്മയെ കൊണ്ട് എന്താണ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറയുന്ന ഒരു അവസ്ഥ വന്നിട്ട് ശ്യാമയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം രോഹിത് എന്ന ഒറ്റൊരു കാര്യം ആലോചിച്ച് മാത്രം ശ്യാമ എന്താണ് ഈ വീട്ടിൽ കടിച്ച് തൊങ്ങി നിൽക്കത്തുള്ളൂ. ശ്യാമ പറഞ്ഞല്ലോ ശ്യാമയ്ക്ക് ഇനി ഒരു കുടിലാണെങ്കിലും മതി, സത്യഭാമയുടെ ഈ മണിമാളിയൊന്നും ഇല്ലെങ്കിലും രോഹിത്തിൻ്റെ കൂടെയുള്ള ജീവിതം എവിടെ ആണെങ്കിലും തൃപ്തി എന്ന് പറഞ്ഞാലേ. അപ്പം എന്താണ് ശ്യാമ എന്താണ് ഗതി കെട്ട് മോളെ വിളിച്ചോട്ട് അകത്തേക്ക് പോകും. അപ്പോഴാണ് എന്താണ് മേളത്തെ നിലയിൽ ഈ പറയുന്ന കാർത്തിക അവിടെ എന്താണ് പോസ്റ്റായി നിൽക്കുന്നതാണ്. അപ്പോഴത്തേക്കും ഈ കാർത്തികയെ കാണുന്നതും കാർത്തിക എന്താണ് അമ്പലത്തിലേക്ക് എന്താണ് പോകാനായിട്ട് വിഷ്ണുവിന് വേണ്ടി കാത്തു നിൽക്കുക എന്താണ്.
അപ്പോഴത്തേക്കും കാർത്തികൻ എന്താണ് ശ്യാമ കയ്യോടെ പൊക്കി. ആ എന്താ ഇവിടെ നിൽക്കുന്നത്, അമ്പലത്തിൽ പോകാനല്ലേ, ഒരുങ്ങിയൊക്കെ നിൽക്കുവാണല്ലോ, നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് വരാം, വിഷ്ണുവേട്ടൻ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അല്ല വിഷ്ണുവേട്ടൻ ഇനി റെഡി ആയില്ല എന്ന് പറയുമ്പോഴത്തേക്കും എന്നാ ബാ നമുക്ക് ഒരുമിച്ച് പോവാം, അല്ല അത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് കാർത്തിക എന്താണ് ശ്യാമ അങ്ങ് ഒഴിവാക്കാൻ നോക്കുമ്പോൾ ശ്യാമ എന്താണ് ഒഴിവാക്കാനൊന്നും അങ്ങനെ ശ്യാമ സമയമില്ല. ശ്യാമ ആരാ മിടുക്കിയല്ലേ, ശ്യാമ പറയുന്നുണ്ട് എന്താണ് ഞാനാണെങ്കിൽ കഷ്ടപ്പെട്ട് എന്നാൽ പിന്നെ കൂട്ടൊക്കെ കൂടാം, ഇനി എന്തിനാ ഇത്രയും പിണങ്ങിയിരിക്കും, ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്നവരല്ലേ, എത്ര കാലം ഇങ്ങനെ മുഖം കാണിച്ചുകൊണ്ടിരിക്കുന്നത്, സത്യാമ്മയോ നിന്നെ സ്വീകരിച്ച്, പിന്നെ ഞാനിനി സ്വീകരിക്കാതെ എന്നിട്ട് എന്ത് കാര്യമുള്ളത്, എൻ്റെ കുഞ്ഞേച്ചിയെ വേണ്ടാതല്ലേ വിഷ്ണുവേട്ടൻ നിന്നെ വിവാഹം കഴിച്ചു, ഇനി ഞാൻ നിന്നെ അംഗീകരിച്ചല്ലേ പറ്റും, നമ്മൾ ഒരു വീട്ടിലെ സ്ത്രീകളല്ലേ, എല്ലാ കാര്യത്തിലും കൂടാമെന്ന് വെച്ചിട്ടാണ് ഞാൻ തന്നോട് വന്ന് സംസാരിച്ചത്, വേണ്ടെങ്കിൽ വേണ്ട ഞാൻ പോയേക്കാന്ന് ശ്യാമ പോകുമ്പോഴത്തേക്കും ശ്യാമ എന്താണ് ഈ കാർത്തിക് അങ്ങ് പിടിച്ചിരിക്കുമോ, അയ്യോ പാവം എന്നോട് ഈ വീട്ടിൽ ആദ്യമായിട്ടാണ് ഒരാൾ സ്നേഹത്തിൽ സംസാരിക്കുന്ന എന്ന രീതിയിൽ ശ്യാമ എന്താണ് ശ്യാമ അടുത്ത് താൻ കൂടെ വരാം എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും തന്നെ സത്യാമ്മ എന്ന് വിചാരിക്കും എന്ന് ഒരറ്റത്ത് കാർത്തിക് ആ ഒരു പേടിയുണ്ട്. അപ്പോഴത്തേക്കും കറക്റ്റ് എന്താണ് സത്യഭാമ കൂടെ വന്നത്, എന്താ രണ്ടുപേരും കൂടെ ഇവിടെ നിൽക്കുന്നത്, നീ ഇവിടെ ഉണ്ടായിരുന്നോ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ട് സത്യാമ്മ, അല്ല അമ്പലത്തിൽ പോകാൻ വേണ്ടി കാർത്തിക നിൽക്കുന്നത്, അപ്പം വിഷ്ണുവേട്ടൻ ഇതുവരെ വന്നില്ല, അതുകൊണ്ട് ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞാൽ നീയോ നീ കൂടെ പോന്നോ ശ്യാമയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്യാമ അതെന്താ സത്യാമ്മ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയാൽ അന്ന് ആദ്യത്തെ ശ്യാമയോട് എന്ത് പറയണമെന്ന് അറിയാതെ ലാസ്റ്റ് സത്യം പറയാം ഒരു കുഴപ്പമില്ല രണ്ടുപേരും കൂടെ പോയിട്ട് വന്നു വന്നിട്ട് ശ്യാമയ്ക്ക് കാർത്തികയായിട്ട് ഒരുമിച്ച് പോകാനുള്ള പെർമിഷനൊക്കെ കൊടുത്ത് സത്യാമ്മ ഇവരങ്ങ് പറഞ്ഞിടും. അപ്പം ശ്യാമ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പോകുന്ന വഴി തന്നെ വെച്ച് ഷാനിക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കുക, കുഞ്ഞേച്ചി ഇവളെയും കൊണ്ട് ഞാൻ വരുന്നുണ്ട്, കുഞ്ഞേച്ചിക്ക് ചോദിക്കാനുള്ള സർവ്വത്ര കാര്യം ഇന്ന് ഇവളുടെ വായിന്ന് അറിയിച്ചിട്ടേ ഇവിടെ ഉള്ളൂ എന്നിട്ട് ശ്യാമ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഇടുമ്പോഴത്തേക്കും ഷാലിനി എന്താണ് ഓക്കെ ഡൺ എന്ന് പറഞ്ഞിട്ട് ഷാലിനി എന്താണ് തിരിച്ചൊരു മെസ്സേജും കൊടുത്തിട്ട് ഷാലിനി നേരെ എന്താണ് വഴി വന്ന് കാത്തിക്കും, ശ്യാമ പറഞ്ഞ അതേ റോഡിൽ വന്ന് കാത്തിക്കുമ്പോഴത്തേക്കും ഇവിടെ ശ്യാമയുടെ അവിടെ ഭയങ്കര ധൈര്യത്തിനകത്ത് എന്താണ് പൊട്ടിയെപ്പോലെ അങ്ങ് പോവുകയാണെങ്കിൽ കാത്തിക്കുക. അപ്പോഴത്തേക്ക് ശ്യാമ എന്താണ് നമുക്ക് ഇവിടെ ഇറങ്ങാം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എന്തിനാ ഇവിടെ അല്ലല്ലോ പോകേണ്ടത് എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ വാ, ഞാൻ തന്നെ പേടിച്ച് കൊല്ലത്തൊന്നുമില്ലോ, അങ്ങനെ നേരെ കൊണ്ടുവന്ന് ചാടിപ്പിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഊര് തെണ്ടി നടന്ന് എത്തിയപ്പോഴത്തേക്കും വന്നത് സിംഹത്തിൻ്റെ പുലിമടയിലാന്ന് പറഞ്ഞ് കേട്ടില്ലേ, അതുപോലെ നേരെ ഷാലിനിയുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുവാണ് ഈ പറഞ്ഞ കാർത്തികയോട് ആദ്യമൊക്കെ കുറച്ച് സോഫ്റ്റായിട്ട് തന്നെ ശാലിനി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യം തന്നെ കാർത്തിക ശാലിനിയെ കണ്ടും ഭയങ്കര പേടി, അയ്യോ ശാലിനിയുടെ മുന്നിലാണ് കൊണ്ടുവന്ന് നിർത്തിയത്, ഇനി എന്നെ ട്രാപ്പിലാക്കില്ലോ, സത്യാമ്മ വേറെ കൂടെയില്ല, എന്ത് ചെയ്യുമെന്ന് അറിയാതെ വിഷ്ണുവേട്ടനും ആണെങ്കിൽ ഇല്ല, എങ്ങനെയാണ് ഈ ചോദിക്കാൻ പോകുന്നത്, എന്തിനാക്കി എന്നെ ഇപ്പം കാണേണ്ടത് എന്നൊക്കെ ഭയങ്കര രക്ഷിക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, നീ എന്നെ കണ്ട് ടെൻഷൻ ആവണ്ട, ഞാൻ നിന്നെ പിടിച്ച് വിഴുങ്ങത്തൊന്നുമില്ല, ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയൊന്നുമില്ല, എനിക്ക് നിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അറിയണം, അത്രയേ ഉള്ളൂ, എൻ്റെ അടുത്ത് എന്തറിയാനാ, ഞാൻ എല്ലാം പറഞ്ഞല്ലോ, പിന്നെ എന്താ എന്നോട് ചോദിക്കാനുള്ളതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു തുടങ്ങിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ശാലിനി എന്താണ് ശാലിനിക്ക് ചോദിക്കാനുള്ള പല കാര്യങ്ങൾ ശാലിനി ചോദിക്കുന്നുണ്ട്. കാർത്തികാണെങ്കിൽ ഭയങ്കര ടെൻഷനകത്ത് എന്നോട് എന്തോ ചോദിക്കാനാ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്യാമ പറയുക, നിന്നോടല്ലേ ചോദിക്കാനുള്ളത്, നിന്നോട് ചോദിക്കാനുള്ളത് നിന്നെയും വിഷ്ണുവേട്ടൻ്റെയും കല്യാണക്കാരില്ലേ, അതിനെക്കുറിച്ച് തന്നെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളതെന്ന് പറയുമ്പോൾ ശാലിനി ചോദിക്കുകയാണ്, ശ്യാമയെ മതി ഞാൻ ചോദിക്കാൻ വന്നിട്ട് ശ്യാമയെടുത്ത് എന്താണ് മിണ്ടാണ്ടേക്കാൻ വന്നിട്ട് ശാലിനി ചോദിക്കുകയാണ്, കാർത്തികയുടെയും വിഷ്ണുവേട്ടൻ്റെയും തമ്മിലുള്ള വിവാഹം യഥാർത്ഥത്തിൽ കഴിഞ്ഞതാണോ? അപ്പോഴത്തേക്കും കാർത്തിക പറയുന്നുണ്ട്, അതെന്താ ഇത്ര സംശയം, അത് നേരത്തെ തന്നെ പറഞ്ഞാന്നല്ലോ കഴിഞ്ഞതാണ്, ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിഞ്ഞതാ. അപ്പോഴത്തേക്ക് എന്താണ് ശാലിനി, നിൻ്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞേ, നീ എന്നെ ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല, എൻ്റെ പോസ്റ്റും എൻ്റെ പദവിയൊക്കെ വെച്ചിട്ട് എനിക്ക് നിന്നോട് ഇങ്ങനെയൊന്നുമല്ല ചോദിക്കാനുള്ളത്, നിന്നെ വേറെ രീതിയിലും ചോദ്യം ചെയ്യാൻ എനിക്കറിയാം, പക്ഷേ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പം ഈ രീതി ചോദ്യം ചെയ്തത്, അതായത് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്ത് സൊല്യൂഷൻ വേണമെങ്കിൽ കണ്ടുപിടിച്ച് തരാൻ ഞാൻ നിൻ്റെ കൂടെ ഒപ്പം നിൽക്കും എന്നൊക്കെ പറയുമ്പം എന്താണോ ഈ പറയുന്നത്, അയ്യോ ഇവളുടെ കൂടെ എങ്ങനെ കൂട്ടുവിടാൻ പറ്റും, അതായത് മധുശ്രീ പ്രശ്നമാക്കത്തില്ലേ, മധുശ്രീ ആണെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ പാരയാക്കും, അയ്യോ അതുകൊണ്ട് എനിക്ക് ഇവളോടൊന്നും പറയാൻ പറ്റത്തില്ലോ എന്ന അവസ്ഥയ്ക്കകത്താണ് ഈ കാർത്തികയെ പിടിച്ചത്. അപ്പോൾ ശാലിനി വേണ്ടി ചോദിക്കുമോ, അങ്ങനെ നിൻ്റെ കല്യാണം കഴിഞ്ഞെങ്കിൽ ഈ പറഞ്ഞ പാലോട് മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചല്ലേ വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞേ, അതെ പാലോട് മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഈ കാർത്തിക പറയുമ്പോഴത്തേക്ക്, എന്നാലേ കാർത്തിക ഈ പാലോട് മഹാദേവ ക്ഷേത്രത്തിനകത്ത് അങ്ങനെ ഒരു കല്യാണം നിങ്ങൾ പറഞ്ഞ തീയതി നടന്നതിൻ്റെ ഒരു തെളിവോ ഒരു എവിഡൻസോ പോലും ഒരു CCTVക്കകത്ത് പോലും നിങ്ങളുടെ കണ്ടില്ല, അതെങ്ങനെ സംഭവിച്ചു? അപ്പോഴത്തേക്കും കാർത്തിക പറയുക, അത് അയ്യോ പെട്ടല്ലോ എന്ന് കാർത്തിക മനസ്സിൽ ചിന്തിച്ചിട്ട് പറയുവാണ്, അത് എനിക്ക് ക്ഷേത്രത്തിൻ്റെ പേര് മാറിപ്പോയതാ, എനിക്ക് ആ ക്ഷേത്രം അയക്കത്തില്ല, അത് വേറൊരു സ്ഥലത്തെ ക്ഷേത്രമോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അമ്മ വിടാതെ ചോദിക്കുകയാണ്, സ്വന്തമായിട്ട് കല്യാണം കഴിച്ച ക്ഷേത്രത്തിൻ്റെ പേര് പോലും അറിയത്തില്ല നിനക്ക് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശാലിനി അറിയാം, വേണ്ട ശ്യാമേ നീ മിണ്ടാണ്ടേരി ഞാൻ ചോദിക്കുന്നത് എന്നിട്ട് ശാലിനി വീണ്ടും ചോദിക്കുക, അപ്പം പാലോട് മഹാദേവ ക്ഷേത്രം അല്ലെങ്കിൽ മറ്റേത് ക്ഷേത്രമോ, അത് എനിക്ക് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പേരൊന്നും അറിയത്തില്ല, വിഷ്ണുവേട്ടനെ അറിയത്തുള്ളൂ. വിഷ്ണുവേട്ടനെ നിനക്ക് എങ്ങനെ അറിയാം? അത് എനിക്ക് കുറേ കാലം കൊണ്ട് അറിയാമെന്നേ, വിഷ്ണുവേട്ടനെ എനിക്ക് നല്ല പരിചയം കുറേ കാലം കൊണ്ട്,
കാർത്തികേ, വിഷ്ണുവേട്ടനെ ആരൊക്കെ അറിയാവോ അവരൊക്കെ എനിക്കറിയാം. വിഷ്ണുവേട്ടനെ പരിചയമുള്ള എല്ലാവരും എനിക്കറിയാം. പക്ഷെ നിന്നെ മാത്രം എനിക്ക് അറിയത്തില്ലോ. പിന്നെ എങ്ങനെ? അപ്പോഴത്തെ അയ്യോ പെട്ടല്ലോ, ഇനി എന്ത് പറയുമെന്ന് കാർത്തിക ചിന്തിച്ചിട്ട് പെട്ടെന്ന് കാർത്തിക പറയുവാണ്, അത് ശാലിനി അകന്നില്ലേ ആ സമയത്താണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. ആണോ? നിങ്ങൾ എവിടെ വെച്ചാണ് പരിചയപ്പെട്ടത്? ആ ഒരു സാഹചര്യമൊക്കെ എന്താണെന്ന് പറ. കാർത്തിക വീണ്ടും പെട്ടിരിക്കുക. കാരണം ശാലിനിയുടെ ഭയങ്കര ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഇപ്പം കാണാൻ പോകുന്നത്. ഇനിയാണ് ഏറ്റവും രസകരമായ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ ശാലിനി എന്ത് പറയുന്നത് കാർത്തിക നിൽക്കുമ്പോഴത്തേക്കും കാർത്തിക ഇങ്ങനെ ആലോചിക്കുന്നതാണ്. ശാലിനി നീ എന്തിനാ സത്യങ്ങൾ പറയാൻ ഇത്രമാത്രം ആലോചിക്കുന്നത്? സാധാരണ കള്ളങ്ങൾ പറഞ്ഞൊപ്പിക്കാനാണ് ആൾക്കാർ ഇത്രയും ആലോചിക്കാറുള്ളത്. സത്യസന്ധമായിട്ട് നിനക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാൻ ഇത്രയും ആലോചിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ കാർത്തിക്? അത് ഞാൻ ആലോചിച്ചൊന്നുമില്ല. ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? നീ ആർക്കോ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? അത് ആരാതെ നീ അവരൊന്നും പേടിക്കണ്ട. എന്നോട് നീ ധൈര്യമായിട്ട് പറ. എൻ്റെ പൊസിഷൻ വെച്ച് നിനക്ക് ചെയ്തു തരാൻ പറ്റുന്ന എല്ലാ സഹായവും എനിക്ക് നിന്നെ എന്ത് കുരുക്കുണ്ടെങ്കിലും അതിന് രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് പറയുമ്പം മധുശ്രീയുടെ കാര്യമാക്കി അവൾ ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് ആരെയും പറ്റില്ല, ഞാൻ ആർക്കും വേണ്ടിയിട്ട് ഒന്നും ചെയ്യുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക് എന്താണ് അവിടെ കിടന്ന് വായി തോന്നിയ പലതും പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് എന്താണ് വീണ്ടും ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെയാ വിഷ്ണുവേട്ടനെ അറിയാമെന്ന് നീ പറഞ്ഞില്ല. അത് വിഷ്ണുവേട്ടനെ കുറേ കാലം കൊണ്ടറിയാം. നിൻ്റെ അച്ഛനും അമ്മയൊക്കെ ആരാ? ആരുമില്ല, ഞാനൊരു എന്താണ് ആശ്രമത്തിലാണ് വളർന്നത്. ആശ്രമോ? ഏത് ആശ്രമം? എവിടുത്തെ ആശ്രമം? ഏത് കാലം തൊട്ട് എവിടം വരെയാണ് നീ എത്ര നാൾ ആശ്രമത്തിൻ്റെ ഉണ്ടായിരുന്നത്? ഏത് സ്ഥലത്തുണ്ട്? ആശ്രമത്തിൻ്റെ പേരെന്ത് എന്നൊക്കെ ശാലിനി തുരാന്ന് ചോദ്യം. അയ്യോ, എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ എങ്ങനെ ഉത്തരം പറയും? അപ്പോൾ ഒന്നിനും ഉത്തരമില്ല. നിങ്ങൾ എന്തിനാ എന്നോട് ഇതൊക്കെ ചോദിക്കുന്നത്? ഇതിനൊന്നും എനിക്ക് ഉത്തരം പറയാനൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക തിരിച്ചെന്താണ് ശാലിനിയായിട്ട് ഓരോ കാര്യം പറഞ്ഞ് ഇതിനകത്തൊക്കെ വഴുതി പോകാൻ ശ്രമിക്കുമ്പോൾ ശാലിനി അടുത്ത് പറയുന്നത്, കാർത്തികേ, ഇത്രയും നേരം ഞാൻ നിന്നോട് ഭയങ്കര സൗമ്യമായിട്ട് വളരെ മര്യാദയായിട്ട് ഒരു പാവമല്ലേ, നീ ആരെങ്കിലും ട്രാപ്പിൽ പെട്ടിരിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ സഹായിക്കാമെന്ന് സഹായഹസ്തം വരെ നീട്ടിക്കൊണ്ടാണ് നീ എന്നോട് ഈ ചെയ്ത ദ്രോഹമൊക്കെ ഞാൻ മറന്നിട്ട് തന്നെയാണ് ഇത്രയും നേരം നിന്നോട് ഞാൻ സംസാരിച്ചത്. ഒരു പെണ്ണല്ലേ എന്ന് കരുതിയിട്ട്. പക്ഷേ നിന്നെ പോലത്തെ നല്ല ബോൺ ക്രിമിനൽസിനെ ഡീൽ ചെയ്യാനേ എന്നെ പോലത്തെ ഒരു സിവിൽ സർവൻറ്റ്, അതും പ്രത്യേകിച്ച് ഒരു ഡിസ്ട്രിക്ട് കളക്ടറിന് അറിയാവുന്ന രീതിയെ പല രീതിയുണ്ട്. ഒരാൾ പറയുന്ന സത്യമാണോ കള്ളമാണോ എന്ന് പോലും അവരെ കണ്ണുകൊണ്ട് അറിയാൻ പറ്റുന്നവരാ ഞാൻ. പിന്നെയാണോ നിൻ്റെ ഈ അഭിനയത്തിൻ്റെ ഓരോ അടവ് കണ്ടിട്ട് മനസ്സിലാകത്തില്ല നീ എന്നെക്കുറിച്ച് വിചാരിച്ചോ? പിന്നെ ഒരു കാര്യം അറിയോ, ഞാൻ ജസ്റ്റ് ഒരു കേസ് കൊടുക്കണം, അല്ല കേസ് പോലും വേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനകത്തൊന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതി, എന്തിനാ ഒന്ന് ഫോൺ വിളിച്ചാൽ മതി, നിന്നെ തൂക്കിയെടുത്തിട്ട് കേരള പോലീസിനകത്തുള്ള ആൾക്കാരെ നിന്നെ പിന്നെ ഇഞ്ച പരുവത്തിനകത്ത് ആക്കി ഇടിച്ച് പിഴിഞ്ഞ് നിന്നെ പോലത്തുള്ള ബോൺ ക്രിമിനൽസിനെ കൊണ്ട് സത്യങ്ങൾ പോലെ പറയിപ്പിക്കും. അപ്പം ഇന്ന് ഞാൻ നിന്നോട് കാണിക്കുന്ന ഈ ഒരു ഫേവർ ഉണ്ടല്ലോ, ഈ ഒരു സൗമ്യത, അതൊന്നും കാണില്ല. പിന്നെ നീ കാലി കെട്ടിപ്പിടിച്ച് കരഞ്ഞ് സത്യം പറയാമെന്ന് പറഞ്ഞാലും നിനക്ക് ഒരു രക്ഷ കാണത്തില്ല. ആ ഒരു അവസ്ഥയായിട്ട് നിന്നെ ലോക്കപ്പിലിട്ട് ചോദ്യം ചെയ്യാനൊക്കെ എനിക്ക് അറിയാം. അത് നീ മറക്കാതിരുന്നാൽ നിനക്ക് കൊള്ളാം. അപ്പോഴത്തേക്കും കാർത്തിക പേടിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അങ്ങ് വാ തുറക്കുമ്പോഴത്തേക്കും കറക്റ്റ് സത്യഭാമയുടെ എൻ്റെയാണ്. അപ്പോൾ ഷാനിയാണെങ്കിൽ ഭയങ്കര എന്താണ് ഇപ്പം കാർത്തിക സത്യങ്ങൾ മണി പോലെ പറയുമെന്ന് പ്രതീക്ഷപ്പെടുകയും സത്യഭാമ അത് വീണ്ടും കുളവാക്കി കൊടുത്ത്. അപ്പോൾ സത്യഭാമയുടെ എൻട്രിക്ക് അത് സത്യഭാമ നേരെ വന്നിട്ട് എന്താണ് ഷാലിനിയുടെ മുന്നിൽ വെച്ചിട്ട് ഭയങ്കര ഷൗട്ടിംഗ് ആണ് തുടങ്ങാൻ പോകുന്നത്. അപ്പം ഷാലിനിയോട് പറയുന്നുണ്ട്, ലോക്കപ്പ് മാത്രം മതിയോ? എവിടുത്തെ ജയിലിലെ ലോക്കപ്പാണ്? നിനക്ക് ലോക്കപ്പ് ഇടണമെന്നൊക്കെയാണ് ആഗ്രഹം എന്ന്. കാരണം ലോക്കപ്പ് ഇടിച്ച് പോലീസിനെ കൊണ്ട് പറയിപ്പിക്കുന്ന പറയുമ്പോൾ നീ എന്ത് സത്യം അറിയണം? നിനക്ക് നാണമില്ലേ? നിന്നെ കൊണ്ടല്ലേ ശാലിനി യഥാർത്ഥത്തിൽ പല സത്യങ്ങൾ പറയണേ. ഞാൻ നാട്ടുകാരെ വിളിച്ച് കൂട്ടിയാലുണ്ടോ നിൻ്റെ ഓരോ എന്താണ് ഈ കപട നാടകവും നിൻ്റെ ഈ കപട മാന്യതയൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇപ്പോൾ സമൂഹത്തിന് മുന്നിൽ വലിച്ചെറിയാൻ എനിക്ക് അത്ര സമയമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ശാലിനിയോട് ഭയങ്കരമായിട്ട് എന്താണ് അങ്ങ് റൈസ് ചെയ്യുക. അപ്പോഴത്തേക്കും എന്താണ് ശ്യാമെടുത്ത് പറയുക, നീ ഇവളെയും വിളിച്ചുകൊണ്ട് ഇവിടെ ഇറങ്ങിയപ്പോഴേ എനിക്ക് തോന്നി നിൻ്റെ പതിവില്ലാത്തൊരു സ്നേഹമൊക്കെ കണ്ടപ്പോഴേ നീ എന്തോ പണി ഒപ്പിക്കാനാന്ന് എനിക്ക് മനസ്സിലായി ശ്യാമ എന്ന് പറയുമ്പം ശ്യാമ പേടിച്ചിരിക്കുമോ. ഉടനെ ശാലിനി പറയാം, ശ്യാമയുടെ കയ്യിലൊരു തെറ്റില്ല, നീ മിണ്ടിപ്പോലെ. നീ എപ്പം തൊട്ടാ ശ്യാമേ നിൻ്റെ ചേച്ചി പറയുന്ന താളത്തിന് പാവക്കൂത്തിന് അങ്ങോട്ടേക്കും കളിക്കാൻ തുടങ്ങിയത്? നീ ഇവളെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്ന് ഇവരുടെ മുന്നിൽ കൊണ്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇട്ട് ഇടിപ്പിക്കുക. ഷാനി, നിനക്ക് ഇനും മനസ്സിലായില്ലേ വിഷ്ണുവിന് നിന്നെ വേണ്ടാന്നുള്ള കാര്യം? ഇതൊക്കെ പറഞ്ഞ് സത്യഭാമ നിൽക്കുന്ന ശാലിനിയും അതുപോലെ കാർത്തിക്കും ശ്യാമയൊക്കെ ആയിട്ട് നിൽക്കുന്ന കാണിച്ചാണ് ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാദയുടെ നെക്സ്റ്റ് എപ്പിസോഡ് എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കാണാനും ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നിങ്ങളുടെ കമൻസും ഷെയർസും ലൈക്സ് ഇടാൻ ആരും മറക്കണ്ട കേട്ടോ. ഇതുവരെ തരുന്ന എല്ലാ സപ്പോർട്ടും വളരെ 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 ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. അതുപോലെ നിങ്ങളുടെ കമൻസ് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. എല്ലാ കമൻസിനും എന്നെക്കൊണ്ട് പറ്റുന്ന രീതി ഞാൻ ഉത്തരം തരാറുണ്ട് കേട്ടോ. ബൈ.